डॉन 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 सीन 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 मान 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 गॉन 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 कुंडाल कन्नाल कुत्ताम कुत्तारनी वोन्न कंडालु पत्तारडी रोजा पूजे गद्द राजाना सांगिट्ट मुन्ने एंगेत्तु निक्कादडी உருகுதே உங்கள் ஆண்மை பார்த்து மயங்குதே இந்த மாலைதே தவிக்கிறே என்னை தாண்டி பார்க்க தடுக்குதே பெண்ணான். ഓ കോപ്പ്, പഠിച്ചതൊക്കെ മറന്നു പോവാണല്ലോ. ഞാനെല്ലാം പഠിച്ച് സെറ്റാക്കിയതാ, പിന്നെ മറന്നു. കർത്താവേ, ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതായിരിക്കണേ, എല്ലാം ഓർമ്മയുണ്ടാവണേ. ഓ, പഠിപ്പിയുടെ പ്രഹസനം അതന്നെ മതിയടി നിന്റെ പ്രഹസനം. എന്തായാലും നീ എല്ലാത്തിനും ജയിക്കും. പിന്നെ എന്തിനാടി വെറുതെ കിടന്ന് വിളിച്ചു പോകുന്നേ? ശരി, അങ്ങനെയാണല്ലേ. എന്നാ ഇൻവിജിലേറ്റർ ഒന്നിങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ബിറ്റ് എവിടാ, എത്ര എണ്ണന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അയ്യേ, ഞങ്ങളും അത് തമാശ പറഞ്ഞതല്ലേ അല്ലേടാ? അതെ അതെ, ഞങ്ങള് വെറുതെ ഒരു തമാശ പറഞ്ഞതാ, അപ്പോഴത്തേക്കും സീരിയസ് ആക്കി എടുത്തു. സില്ലികൾ. കൂടുതൽ തമാശക്കല്ലേ. അതൊക്കെ വിട്. അല്ല, അഞ്ചു എവിടെ? അതിനിവിടെ ഒന്നും കാണാനില്ലല്ലോ. അവളിപ്പോ വരും, വാഷ്റൂമിൽ പോയേക്കുവാ. ഇതുവരെ മാറിയില്ലേ? എക്സാം തുടങ്ങണതിന് മുന്നേ ടോയ്ലറ്റ് സന്ദർശനം അവൾക്ക് നിർബന്ധ അല്ലേ? അതിനത് ടെൻഷൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, അതൊന്നും അറിയാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. എന്തായി? ടോയ്ലറ്റിൽ പോയി ടെൻഷനൊക്കെ അങ്ങ് ഒഴിച്ചു കളഞ്ഞോ? കിട്ടിയില്ലേ? നീ മിണ്ടാതിരി. ഓ, പഠിച്ച് പഠിച്ച് എന്റെ തലാകെ പെരുത്തിരിക്കുക. ഒരു ഇക്വേഷൻ പഠിക്കുമ്പോ വേറെ ഇക്വേഷൻ മറന്നു, ആ ഇക്വേഷൻ വീണ്ടും പഠിക്കുമ്പോ ഈ ഇക്വേഷൻ പിന്നെ മറന്നു. ഇതൊന്ന് കഷ്ടമാ. എഴുതിയ റാങ്ക് കോറിലേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞേ ഞാൻ മറന്നോ ഡൗട്ട്. അടി ഞാൻ പറഞ്ഞുതരാം, നീ ആദ്യം ഒന്ന് റിലാക്സ് ആവ്. അതൊക്കെ ഞാൻ ആയിക്കോളാം, നീ ആദ്യം ഇക്വേഷൻ എന്ന് പറ. ഇപ്പൊ ബെല്ലടിക്കും. ഓക്കെ, റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ 1 - 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇപ്പൊ ഓർമ്മ വന്നു. സെറ്റ് സെറ്റ്. ഇനി 5 മിനിറ്റ് കൂടി ഉണ്ട്, അതിനുള്ളിൽ കുറച്ച് തിയറി കൂടെ ഇരുന്ന് പഠിക്കാം. വെറുതെ ടൈം കളയണ്ട. അതെ, ഞാനും നോക്കട്ടെ. അയ്യോ, അത് പേജ് വരയ്ക്കാന്നല്ലാണ്ട് ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ലല്ലോ. ഷക്കീലെ, മതിയടി ബുക്ക് തിരിച്ചും മറിച്ചും കളിച്ചത്. നെറ്റ് പോവാൻ നോക്ക്. മോനെ ജോണെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ഷക്കീലല്ല ഷിഗില എന്ന്. ഇനി അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ. ഓ, ഷക്കീലായാലും ഷിഗിലായാലും പിന്നെ ഒക്കെ കണക്കാ. ആരോണേ, ഈ സാധനത്തിനെ പറ്റിയൊക്കെ വിളിച്ചോണ്ട് പോയിക്കോ, ഇല്ലേ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ചുമ്മാതിരിയടാ, അല്ലെങ്കിൽ തന്നെ പണ്ട് പഠിച്ച് ഭ്രാന്തായിരിക്കാന്ന് കണ്ടാലറിയാം. ചിലപ്പോ കട്ടിയുള്ള പുസ്തകത്തിന്റെ തലമണ്ടക്കിട്ടടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ബോധമില്ലാത്തതാ. ഇനിയുള്ള ബോധവും കൂടി പോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വയ്യ സഹിക്കാം. ബെല്ലടിച്ചു. അപ്പൊ എങ്ങനെ എക്സാം ഹാളിലോട്ട് കേറിയാലോ?
തോന്നുന്നു. ആ വന്ന സോറി ചിത്തുവേട്ടാ, കുറച്ച് ലേറ്റായി. എന്ത് ചെയ്യാനാ, ആ സീനിയർ ഡോക്ടർ അവിടെ നിന്ന് വിടണ്ടേ? വിടാനായിട്ട് അയാളെ കയ്യും കാലും പിടിച്ച് കൊറേ കെഞ്ചിയിട്ട് വേണം വിടാൻ. സാധാരണ നിന്റെ ഡ്യൂട്ടി ടൈം നേരത്തെ കഴിയുന്നതാണല്ലോ. ഇന്നിപ്പോ എന്താ നേരം വൈകിയത്? ഇന്ന് പേഷ്യൻസ് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് അയാളെ വിടാഞ്ഞേ. വാ കേറ്. എന്റെ പൊന്നു ചിത്തുവേട്ടാ, കൊറേ നേരമായിട്ട് ഇങ്ങനെ മത്തങ്ങ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നു. ഒന്ന് ചിരിക്കടോ, എന്തുവാ ഇങ്ങനെ? മതിയാ? നല്ല ഇടി. ഇങ്ങോട്ട് വാ. നീ ഇതെങ്ങോട്ടേ വലിച്ചോണ്ട് പോവാ? കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നാ മതി. നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നത് ചെയ്യും. കണ്ണടച്ചേ. എന്തിന്? പറയുന്നത് കേൾക്ക്, കോപ്പിയറായി. ഓക്കെ, അടച്ചു. ഇപ്പൊ ഓക്കെ അല്ലേ? ആ മൂത്ത സന്തോഷം നോക്കിയേ. എന്നാ എനിക്ക് ഇവിടെ ഒക്കെ വേണം. അയ്യടാ, ഇതൊക്കെ തന്നെ ധാരാളം. ബാക്കിയൊക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ പോയാലോ? Let me be your man. I wanna hold your hand and take you to your fantasy. Eyes, when I look into your eyes, you make me realize that baby you're the only one for me. പ്രണയമണി തൂവൻ കൊഴിയും പവിഴമഴ മഴവിൽ കുളിരാതെ വീഞ്ഞൊരു പവിഴമഴ. ഓ, പിതാസയുടെ ഉണ്ടായിരുന്നോ? ഒന്ന് സൈഡായേ. നീ ആ റിമോട്ടിൽ നിന്നതാ. നീ ഞാൻ കാണിട്ട് ന്യൂസ് ഒക്കെ നമുക്ക് പിന്നെ കാണാം. അത് പറ്റത്തില്ല. പോയാ എന്തുവാ പ്ലീസ്. നിന്റെ ചായ. അല്ല, എങ്ങനെയുണ്ടായി എക്സാം ഒക്കെ? നന്നായിട്ട് എഴുതിയാ? കുഴപ്പമില്ല, അറിയാവുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പാസ്സാവൂലോ അല്ലേ? എന്തായാലും പാസ്സാവും. എന്തായാലും നീ പഠിച്ച നിനക്ക് തന്നെ നല്ലത്. മതി മതി, ബാക്കിത്തെ റിസൾട്ട് വന്നതിന് ശേഷം നീ കുറച്ചേരം ഫ്രീ ആണ്ടെ. നീ ഇപ്പൊ കോളേജിട്ട് വന്നതല്ലേ ഉള്ളൂ. ആദ്യം ചെന്ന് ചായ കുടിച്ച് ഫ്രഷ് ആവും, എന്നിട്ട് തരാം. എങ്കിൽ ഞാൻ വേഗം പോയി ഫ്രഷ് ആവട്ടെ. നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തി വീണ്ടും ഒരു കൊലപാതകം. മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അതിക്രൂരമായി കൊലപ്പെടുത്തി ഒരു കാട്ടിലായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നമുക്ക് ഷാജുവിനോട് ചോദിക്കാം. ഷാജു, കേൾക്കാമോ? കേൾക്കാം. ഷാജു പറയൂ, കൊലപാതകത്തെ പറ്റി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? രശ്മ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി സിറ്റിയിൽ നിന്നും അകലെയായിട്ടുള്ള ഒരു കാടിന് സമീപത്തായിട്ടാണ്. പുലർച്ചെ പത്രമിടാൻ പോകുന്ന യുവാവ് ഇതുവഴി സഞ്ചരിച്ചപ്പോൾ വളരെ അസഹനീയമായ ദുർഗന്ധം വന്നതിനാൽ അതിനെ തുടർന്ന് അദ്ദേഹം കാരണം എന്താണെന്ന് അറിയാനായി കാടിന് സമീപത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. രക്തത്തിൽ കുളിച്ചെടുക്കുന്ന മൃതദേഹം കണ്ടതും അദ്ദേഹം അപ്പോൾ തന്നെ സമീപത്തുള്ള ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടുകയും തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. എന്റെ ഈശ്വര, എന്തൊക്കെയായി നാട്ടിൽ നടക്കണേ?